ഡോക്ടറെ ഞാൻ ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ആംഗിൾ ഇഞ്ചുറി വന്നതാണ്. ഒരു 7-8 തവണയായിട്ട് കെട്ടിക്കുന്നുണ്ട്. കെട്ടുന്ന സമയത്ത് വേദന പോകുന്നുണ്ട്. അത് ഒഴിവാക്കുന്ന സമയത്ത് വീണ്ടും പെയിന് വരിക. അത് മാറുന്നേ ഇല്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇവിടുത്തെ ഒരു പണ്ട് മുതലേ ഉള്ളൊരു സമ്പ്രദായമാണ് ഈ എന്തെങ്കിലും സ്പോർട്സ് ഇഞ്ചറി പോലെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും അടുത്തുള്ള ഒരു കെട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നേരെ ചെല്ലുക, അവിടെ ചെന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി ഒന്ന് ഒഴിച്ച് ഒന്ന് കിഴി കുത്തി ഒന്ന് ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറും എന്നുള്ളൊരു രീതിയാണ്. ഇതിൽ സംഭവിക്കുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു അക്യൂട്ട് സ്റ്റേജിൽ അല്ലെങ്കിൽ പറ്റുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ നീർക്കെട്ടോ ഇൻഫ്ലമേഷനോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇത് ഉണ്ടാവുക. അതിൽ ചെറിയ മൈൽഡ് മസിൽ ഇഞ്ചറിയോ ലിഗമെൻറ്റ് ഇഞ്ചറിയോ ആവുന്ന ഒരു കേസിനെ നമ്മൾ ഇനീഷ്യൽ ഒരു 24 മണിക്കൂർ മുതൽ ഒരു 48 മണിക്കൂർ വരെ നമ്മളതിന് റെസ്റ്റാണ് കൊടുക്കേണ്ടത്. അവിടെ ഒരു മൈൽഡ് ബാൻഡേജ് ചെയ്തിട്ടുള്ള റെസ്റ്റാണ് ആവശ്യം. അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രോട്ടോക്കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളാണ്. അതിൽ ഇനീഷ്യലി നമുക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റുമ്പോൾ ചെറിയ വേദനയുള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ കളി വീണ്ടും തുടരാതെ ആ കളി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാലിനൊരു റെസ്റ്റ് കൊടുക്കുക. രണ്ടാമത്തെ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് എവിടെ നിന്നാണ് ഒരു ഐസിൻ്റെ ഒരു ആക്സസ് കിട്ടുന്നത്, ഈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസാണ്. അപ്പോൾ അതിന് ഒരു കോട്ടനോ ഉണ്ടോ ഒരു കവറോ ഉണ്ടോ കവർ ചെയ്തിട്ട് ഡയറക്റ്റ് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഈ ഇഞ്ചുറി പറ്റിയ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഇൻഫ്ലമേഷനെ കുറയ്ക്കുക. മൂന്നാമത്തത് നമുക്ക് അവിടെ ഒരു ഗ്രിപ്പ് ബാൻഡേജോ എന്താണോ നമുക്ക് അവൈലബിൾ ഉള്ളത് അത് വെച്ചിട്ട് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു പ്രഷറിൽ ഇത് കെട്ടി വെച്ചിട്ട് കാല് എലിവേറ്റ് ചെയ്തിട്ട് കുറച്ചൊരു ഹൈറ്റിൽ ഒരു 15 സെൻറ്റിമീറ്ററെങ്കിലും ഹൈറ്റിൽ ഉയർത്തി വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ. ആ റൈസ് പ്രോട്ടോക്കോൾ നമ്മൾ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് മാത്രമാണ്. അതിന് വേറൊരു കണ്ടീഷൻ അതുപോലെ തന്നെ നമുക്ക് സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറിയോ അല്ലെങ്കിൽ കാലിന് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ നമുക്കത് സഹിക്കാൻ കഴിയാത്ത വേദനയോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡോക്ടർ ഇതിനെ എവാലുവേറ്റ് ചെയ്തിട്ട് ഇതിന് എക്സ്റേയോ MRIയോ എന്താ എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് അതിനുള്ള ഫർദർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് നമ്മൾ വെറുതെ അമർത്തി ഒഴിഞ്ഞ് കെട്ടിയിട്ട് ഇതിനെ ഒരാഴ്ചയോ 2 ആഴ്ചയോ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഇഞ്ചുറി കൂടുതൽ വഷളാവുകയും ഇത് ചിലപ്പം ട്രീറ്റ് ചെയ്യാൻ ഒരുപാട് പ്രയാസപ്പെടുക, അതുപോലെ ഒരുപാട് സമയം എടുത്ത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്.